ഗുഡ് മോർണിംഗ് എവറി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ക്യാഷ് മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു ടോപ്പിക്കായിരുന്നു. അതിൽ എന്താണ് ക്യാഷ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എക്സാമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നു, സിമ്പിളായിട്ടുള്ള തിയറി ആയിട്ടുള്ള നമ്മൾ ഇതുവരെ എടുത്തുള്ള മീൻസ് വർക്കിംഗ് ക്യാപിറ്റലിന് ഇതുവരെ എടുത്തുള്ള ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് തന്നത്. അപ്പം ക്യാഷ് മാനേജ്മെൻറ്റ് എന്താണ് എന്നുള്ള ക്യാഷ് എന്താണ്, ക്യാഷ് എന്താണെന്നുള്ള കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ക്യാഷ് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളതാണ് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പം ക്യാഷ് മാനേജ്മെൻറ്റിൽ നമുക്ക് അതിൻ്റെ മീനിങ് ഉണ്ട്, ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, സ്കോപ്പ്, ഫങ്ഷൻസ്, അഡ്വാൻറ്റേജസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് ക്യാഷ് മാനേജ്മെൻറ്റിൽ പഠിക്കാനുള്ളത്. ഇതിൽ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്നുള്ള ചാപ്റ്റർ തിയറിയാണ് എക്സാമിന് ചോദിക്കും. അപ്പം അതിൽ പ്രധാനമായിട്ട് ക്യാഷ് മാനേജ്മെൻറ്റ്, ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്, റിസീവബിൾസ് മാനേജ്മെൻറ്റ് അല്ലേ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അതിലൊരു ഭാഗമാണ് ടോപ്പിക്കാണ് ക്യാഷ് മാനേജ്മെൻറ്റ്. അപ്പം എന്താണ് ക്യാഷ് മാനേജ്മെൻറ്റ് നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ദി കളക്ഷൻ, ഹാൻഡ്ലിംഗ്, കൺട്രോൾ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാഷ്, അതായത് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ഓഫ് ദി ഫേം അല്ലേ. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ, ഒരു ഫേമിൻ്റെ ക്യാഷോ അല്ലെങ്കിൽ ക്യാഷിന് ഈക്വലൻ്റ് ആയിട്ടുള്ള വസ്തുക്കളുടെ ഇൻവെസ്റ്റ്മെൻറ്റോ കൺട്രോളോ ഹാൻഡ്ലിങ്ങോ കളക്ഷനോ, ഇതിനൊക്കെ പറയുന്ന പേരാണെന്ത്, ക്യാഷ് മാനേജ്മെൻറ്റ്. അപ്പം ഒരു സ്ഥാപനമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഫണ്ട് ഉണ്ടാവും അല്ലേ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫിനാൻസിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിപ്പം ഒരു നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ടെങ്കിൽ അത് ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് അത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഡിസിഷനാണ് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ്, ഏതിലാണ് അത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളതിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് റിസ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ, നമ്മൾ അതിൻ്റെ റിട്ടേൺ എത്രത്തോളം കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒരു വലിയൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അപ്പം ആ ക്യാഷ്, അപ്പം അതൊക്കെ ക്യാഷ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു നമ്മുടെ കയ്യിലൊരു 1 crore ഉണ്ടെങ്കിൽ ആ 1 crore നമ്മളൊരു ചിന്തിക്കാതെ അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാതെ അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാനിങ് ഇല്ലാതെ നമ്മളത് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നമുക്ക് ലോസാണ് സംഭവിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് റിസ്ക് കൂടുതൽ, നമുക്ക് റിസ്ക് മീൻസ് റിസ്ക് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും റിട്ടേൺ കൂടും, അതല്ല നമുക്ക് ലോസാണ് സംഭവിക്കുന്നത്, നമ്മളത് അവിടെയുള്ള എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുമോ അതൊന്നും കൺസിഡർ ചെയ്യാതെ നമ്മൾ തോന്നിയ പോലെ ആണെങ്കിൽ ഒരിക്കലും നമുക്കിവിടെ പ്രോപ്പറായിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ക്യാഷ് മാനേജ്മെൻറ്റ് ഉണ്ട് നമുക്ക് പറയാൻ കഴിയില്ല അല്ല. അപ്പം ആ ക്യാഷിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതിൻ്റെ കൺട്രോള്, പിന്നെ അതിന് എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്, കളക്ഷൻ എങ്ങനെയാണ്, ഇതൊക്കെ എന്താണ്, ഇതിനൊക്കെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ക്യാഷ് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുക അല്ലേ. അപ്പം ക്യാഷ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേം റിലേറ്റഡ് ആയിട്ടുള്ള ക്യാഷോ അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള വസ്തുക്കളുടെ ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ കൺട്രോളോ ഹാൻഡ്ലിങ്ങോ കളക്ഷന്, ഇതിനൊക്കെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ക്യാഷ് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, പോയിൻറ്റ്സ് ആണ് ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ടു മേക്ക് പേയ്മെൻറ്റ്, ടു മിനിമൈസ് ക്യാഷ് ബാലൻസ്, ടു എൻഷുർ സഫിഷ്യൻറ്റ് ലിക്വിഡിറ്റി അല്ലേ. നമ്മൾ സഫിഷ്യൻറ്റ് ലിക്വിഡിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളത് ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് ആണ് അല്ലേ. ടു മീറ്റ് ദി വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് അല്ലേ, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുക എന്നുള്ളതും ഒബ്ജക്റ്റീവാണ്. ടു എൻഷുർ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ ഫണ്ട്, നമ്മുടെ കയ്യിലുള്ള ഫണ്ടിൻ്റെ, നമ്മുടെ കയ്യിൽ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ഫണ്ടാണെങ്കിലും ആ ലിമിറ്റഡ് ആയിട്ടുള്ള ഫണ്ട് ആക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഉറപ്പുവരുത്തണമെങ്കിൽ അവിടെ എന്ത് വേണം, ക്യാഷ് മാനേജ്മെൻറ്റ് വേണം അല്ലേ. പിന്നെ പറഞ്ഞത് എന്താ, ടു പ്രിവെൻറ്റ് ദി ഫേംസ് ഫ്രം ബീങ് ഇൻസോൾവെൻറ്റ് അല്ലേ. മീൻസ് നമ്മളെ പാപ്പരത്വം അല്ല, അതിൽ നിന്നൊക്കെ നമ്മളെ ഫേമിന് എന്ത് ചെയ്യാം, പ്രിവെൻറ്റ് ചെയ്യുക അല്ലേ. അതൊക്കെ ആ ഒരു സ്റ്റേജിലേക്ക് ആവാതെ നോക്കുക അല്ലേ. മീൻസ് അതൊക്കെ പറഞ്ഞു, ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ ഒരു ഫിനാൻസ് ബിസിനസ്സിൻ്റെ ലൈഫ് ബ്ലഡ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം ആ ലൈഫ് ബ്ലഡിനെ പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം, എഫിഷ്യൻ്റായിട്ട് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യണം. അത് ഒരു പ്രോപ്പർ പ്ലാനിങ്ങോ അല്ലെങ്കിൽ എഫിഷ്യൻ്റ് അല്ലാത്ത രീതിയിൽ നമ്മളതിനെ മാനേജ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടില്ല, നമ്മുടെ ഫേമിനെ തന്നെ എന്ത് ചെയ്യും, മൊത്തത്തിൽ അത് ബാധിക്കും അല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിന് കേടാണ്. അതേപോലെ തന്നെ സ്ഥാപനത്തിൽ ക്യാഷിൻ്റെ ആ ഒരു എന്താ പറയുക തോത് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു അളവ് കുറഞ്ഞു കഴിഞ്ഞാലും കൂടിയാലും അതിനനുസരിച്ചുള്ള ഒരു മാറ്റങ്ങൾ ബിസിനസ്സിനകത്ത് ഉണ്ടാവും. പ്രത്യേകിച്ച്
പെർസെൻറ്റേജ് കുറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ലോസസ് ആവും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരിക അല്ലേ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണമെങ്കിൽ എന്ത് വേണം, ക്യാഷ് മാനേജ്മെൻറ്റ് വേണം അല്ലേ. പിന്നെ ടു മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് സപ്ലയേഴ്സിനായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. ടു മീറ്റ് കണ്ടിജൻസീസ് അല്ലേ, നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ മീറ്റ് ചെയ്യാനുള്ള ഒരു ഇത് നമ്മുടെ കരുതൽ നമ്മുടെ കയ്യിൽ വേണമെങ്കിലും ഒക്കെ എന്ത് വേണം, പ്രോപ്പറായിട്ട് ക്യാഷ് എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം. അപ്പോൾ ഇത്രയും 8 കാര്യങ്ങൾ ഏതൊക്കെ, ടു മേക്ക് പേയ്മെൻറ്റ്, to minimize cash balance, to ensure sufficient liquidity, to meet working capital requirements, to ensure optimal utilization of available funds, to prevent the firm from being insolvent, to maintain good relation with suppliers, then last one to meet contingencies. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. പിന്നെ ഇതിൻ്റെ സ്കോപ്പ് ഓഫ് ക്യാഷ് മാനേജ്മെൻ്റ് ആയിട്ട് പറയുന്നത് ക്യാഷ് പ്ലാനിങ്, പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് ഒരു മീനിങ് ഉണ്ടാക്കാം. ക്യാഷ് പ്ലാനിങ്, ദെൻ മാനേജിങ് ക്യാഷ് ഫ്ലോസ്, നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ദെൻ മീൻസ് നമ്മളെ ഫേം ആകുമ്പോൾ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഉണ്ടാവും. അപ്പം ആ ഫ്ലോനെ നമ്മൾ എന്ത് ചെയ്യാം, മാനേജ് ചെയ്യണം. ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ വേണം എത്ര ഇൻഫ്ലോ ഇങ്ങോട്ട് വന്നു, എത്ര ഇവിടുന്ന് ഔട്ട്ഫ്ലോ പുറത്തേക്ക് പോയിട്ടുള്ളത്. അപ്പം പ്രോപ്പറായിട്ട് വളരെ നല്ല രീതിയിലുള്ള റെക്കോർഡ് നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യണം, വേണം. അപ്പം ക്യാഷ് മാനേജ്മെൻറ്റ് എന്നുള്ളത് തന്നെ റെക്കോർഡാണ്. പ്രോപ്പറായിട്ട് ക്യാഷ് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ സൂപ്പറായിട്ട് കാര്യങ്ങൾ വളരെ എഫിഷ്യൻ്റായിട്ട് വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ട് നമുക്ക് റിസൾട്ടും കിട്ടും, എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ നടക്കും. അപ്പം മാനേജിങ് ക്യാഷ് ഫ്ലോസ്, ദെൻ മാനേജിങ് ഒപ്റ്റിമം ക്യാഷ് ബാലൻസ്, ദെൻ ഇൻവെസ്റ്റിംഗ് ഇൻ ക്യാഷ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സ്കോപ്പായിട്ട് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇതൊക്കെയാണ് ക്യാഷ് പ്ലാനിങ്, മാനേജിങ് ക്യാഷ് ഫ്ലോസ്, മാനേജിങ് ഒപ്റ്റിമം ക്യാഷ് ബാലൻസ്, ദെൻ ഇൻവെസ്റ്റിംഗ് ഇൻ ക്യാഷ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ഫങ്ഷൻസ് ഓഫ് ക്യാഷ് മാനേജ്മെൻറ്റ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, പ്ലാനിങ് ക്യാഷ് ഫ്ലോസ്. അക്കൗണ്ട്സ് പേയബിൾ മാനേജ്മെൻറ്റ്, അക്കൗണ്ട്സ് റിസീവബിൾ മാനേജ്മെൻറ്റ് അല്ല. പേയബിൾ എന്ന് പറയുമ്പം അക്കൗണ്ട്സ് പേയബിൾ എന്താണ്, നമ്മൾ കൊടുക്കുന്നത് അല്ലേ. റിസീവബിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടുന്നത്. അക്കൗണ്ട്സ് റിസീവബിൾ മാനേജ്മെൻറ്റ്, ഇൻവെസ്റ്റിംഗ് ഇൻ സർപ്ലസ് ക്യാഷ്, മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻ വിത്ത് ബാങ്ക്സ്, ബാങ്കുമായിട്ടൊക്കെ നല്ല റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുക, നമ്മൾ കീപ്പ് ചെയ്യണം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ഇതൊക്കെയാണ് പ്ലാനിങ് ക്യാഷ് ഫ്ലോസ്, അക്കൗണ്ട്സ് പേയബിൾ മാനേജ്മെൻറ്റ്, അക്കൗണ്ട്സ് റിസീവബിൾ മാനേജ്മെൻറ്റ്, ഇൻവെസ്റ്റിംഗ് ഇൻ സർപ്ലസ് ക്യാഷ്, മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ബാങ്ക്സ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഓഫ് ക്യാഷ് മാനേജ്മെൻറ്റ് പറയുന്നത് 4 പോയിന്റ്. ദിസ് പോയിന്റ്സ് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് വൺ, എൻഷുർ ദ ലിക്വിഡിറ്റി ആൻഡ് ഒപ്റ്റിമൽ യൂസ് ഓഫ് ക്യാഷ് റിസോഴ്സ്. നമ്മുടെ ക്യാഷ് റിസോഴ്സസ് നമ്മുടെ സ്ഥാപനത്തിൽ നല്ല രീതിയിൽ വിനിയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് പറ്റും. എന്തുണ്ടെങ്കിൽ ക്യാഷ് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ക്യാഷ് മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല. ക്യാഷ് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ എവിടേക്ക് പോയി, എപ്പോൾ വന്നു, എങ്ങനെ വന്നു, എവിടെ പോയി, എത്ര പോയി എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള കണക്ക് നമ്മുടെ കയ്യിലുണ്ടാവും അല്ലേ. അപ്പം എത്ര ഉപയോഗിച്ചു എന്നുള്ളതാണ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ പ്രോപ്പറായിട്ട് നമ്മുടെ കയ്യിൽ ഉറപ്പുവരുത്താനായിട്ട് പറ്റും. അതുപോലെ ലിക്വിഡിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫേമിൽ എൻഷുർ ചെയ്യാനായിട്ട് പറ്റും. ഹെൽപ്പ് ടു ഒപ്റ്റെയിൻ ഒപ്റ്റിമം വർക്കിംഗ് ക്യാപിറ്റൽ, ഹെൽപ്സ് ടു ഒപ്റ്റെയിൻ ഒപ്റ്റിമം വർക്കിംഗ് ക്യാപിറ്റൽ, ഒപ്റ്റിമം വർക്കിംഗ് ക്യാപിറ്റൽ ഒപ്റ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഹെൽപ്സ് ടു ഫ്രെയിം സൗണ്ട് ഡെപ്റ്റ് പോളിസി. നല്ലൊരു സ്ഥാപനത്തിൽ നല്ലൊരു സൗണ്ട് ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അതായത് സൗണ്ട്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് നമ്മൾ വളരെ കുറച്ച് സെറ്റാണ് എന്നുള്ള ഒരു സാമ്പത്തികമായിട്ട് നമ്മൾ ഭദ്രതയിലാണ് എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് പറ്റും ക്യാഷ് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ. ദെൻ ഹെൽപ്സ് ടു മാനേജ് ക്യാഷ് ഫ്ലോസ്, ക്യാഷ് ഫ്ലോസിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എൻഷുർ ലിക്വിഡിറ്റി ആൻഡ് ഒപ്റ്റിമൽ യൂസ് ഓഫ് ക്യാഷ് റിസോഴ്സസ്, ദെൻ ഹെൽപ്പ് ടു ഒപ്റ്റെയിൻ ഒപ്റ്റിമം വർക്കിംഗ് ക്യാപിറ്റൽ, ദെൻ ഹെൽപ്സ് ടു ഫ്രെയിം സൗണ്ട് ഡെപ്റ്റ് പോളിസി, ദെൻ ലാസ്റ്റ് വൺ ഹെൽപ്സ് ടു മാനേജ് ക്യാഷ് ഫ്ലോസ്. ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ക്യാഷ് മാനേജ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞു, പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, സ്കോപ്പ് പറഞ്ഞു, ഫങ്ഷൻസ് പറഞ്ഞു, ദെൻ ലാസ്റ്റ് അഡ്വാൻറ്റേജസ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാവരും തിയറിയാണ്, ജസ്റ്റ് ആ പോയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. പിന്നെ ഞാൻ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഒന്നുമൊന്നും കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പഠിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.